നമ്മുടെ ഇന്ന് ജൂൺ 10 പുതിയ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ഇന്ന് തൊട്ടാണ് തുടങ്ങുന്നത്. കഴിഞ്ഞ എക്സാം ഓൾറെഡി എല്ലാം അലോ കൊടുക്കണം. അതോടെ ഇനി അലോ കൊടുത്തോളൂ. എല്ലാം അലോ കൊടുത്തോളൂ. നിങ്ങൾ മാക്സിമം നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടാൻ ശ്രമിക്കുക കേട്ടോ. എന്നാലേ നമ്മളുടെ ക്ലാസ് ടൈമും അതുപോലെ തന്നെ വല്ല വീഡിയോസും മോക്ക് ടെസ്റ്റ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് അത് അറിയാൻ സാധിക്കുള്ളൂ. നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് ടെസ്ലയുടെ ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യുക? എല്ലാവരും ഓൺ ചെയ്തിടുക. ഓക്കെ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് ജൂൺ 10-നാണ്. ഓൾറെഡി നമുക്ക് 19-ാം തീയതി എക്സാം കഴിഞ്ഞു. ഇപ്പം തന്നെ കുറച്ച് വൈകിയില്ലേ, 10-20 ദിവസത്തോളം ആയി. നമുക്ക് ഒരു ക്ഷീണം തീർക്കാനൊക്കെ എല്ലാവരും മാറി നിന്നതായിരിക്കും. പക്ഷേ ഈ ഒരു സമയങ്ങളിലും പഠിച്ച ഒരുപാട് പേരുണ്ടാവും അല്ലേ? നമ്മൾ പഠിച്ചത് ഒരിക്കലും ആർക്കും വേസ്റ്റ് ആവില്ല. പഠിച്ച കാര്യങ്ങൾ എപ്പോഴെങ്കിലും യൂസ്ഫുൾ ആവും എന്തായാലും. പിന്നെ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു മടിയാണ്, അല്ലെങ്കിൽ വീണ്ടും ബുക്ക് തുറക്കാൻ മടിയാണെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളുടെയാണ് ആവശ്യം, ജോലി വേണ്ടത് നമുക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം എഫേർട്ട് എടുക്കുന്നു, നമ്മൾ എത്രത്തോളമാണ് പഠിക്കുന്നു, അതിനനുസരിച്ചാണ് നമ്മുടെ റിസൾട്ട് ഇരിക്കുക. നിങ്ങൾക്ക് വേഗം ജോലി വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ പഠിക്കുക. ഇനി അഥവാ എല്ലാം കഴിഞ്ഞിട്ട് പഠിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ജോലി കിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഉള്ള ലിസ്റ്റിലൊക്കെ നോക്കി അറിയില്ലേ, ഏറെക്കുറെ അസിസ്റ്റന്റ് സെക്രട്ടറി ആണെങ്കിലും ക്ലർക്ക് ആണെങ്കിലും വളരെ ഏറ്റവും ഏജ് 2000 അല്ലെങ്കിൽ ഈ ഇടയ്ക്ക് പഠിച്ചിറങ്ങിയ കുട്ടികളൊക്കെയാണ് ഓൾറെഡി ജോലി കിട്ടി പോകുന്നത്. നമുക്ക് കണ്ടറിയും, ലിസ്റ്റ് എല്ലാവർക്കും ഓൾറെഡി പബ്ലിഷ്ഡ് ആണ്. ജനറലി അങ്ങനെ പേഴ്സണൽ ആയിട്ടൊന്നും അല്ല ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അവരുടെ ഏജ് വരെ കാണാൻ പറ്റും, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നോക്കുമ്പോൾ അറിയും 99-ലും 2000 2001 ഉള്ള കുട്ടികളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് എക്സാം ക്രാക്ക് ചെയ്യണത്. ഇപ്പൊ ബികോം കോപ്പറേഷൻ കഴിഞ്ഞവര് ആ ഒരു സ്പിരിറ്റോട് കൂടി തന്നെ പഠിച്ചിട്ട് ആദ്യത്തെ ഒരു മാസം കുറച്ച് മാസം കൊണ്ട് സിലബസ് ഒക്കെ കണ്ടിന്യൂസ് ചെയ്ത് മനസ്സിലാക്കി ദെൻ അതിനുശേഷം എന്ത് ചെയ്യാണ്, പെട്ടെന്ന് അടുത്ത എക്സാം തന്നെ ഉടനെ തന്നെയുള്ള എക്സാം ക്രാക്ക് ചെയ്യാണ്. അതുപോലെ HDC കഴിഞ്ഞവരാണെങ്കിലും JDC കഴിഞ്ഞവരാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അവർ ടച്ചോട് കൂടി തന്നെ പഠിക്കുകയാണ്. എന്നാൽ 3 വർഷവും 4 വർഷവും 5 വർഷവും പഠിച്ചിട്ട് ജോലി കിട്ടാത്ത കുറച്ചധികം പേര് നമുക്ക് ചുറ്റുമുണ്ട്, ഇപ്പൊ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്നതിന്റെ എന്തൊക്കെയോ പോരായ്മകളാണ് പ്രശ്നങ്ങൾ. എവിടേക്കോ നമ്മുടെ പോരായ്മകൾ, അത് നമ്മൾ തന്നെ ഓവർകം ചെയ്യണം. ഇപ്പോൾ ഇനി ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല, എല്ലാവരും ടെസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നിങ്ങൾക്ക് പ്രോപ്പർ ഗൈഡൻസ് എന്ത് ചെയ്യും, നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. കറക്റ്റ് സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഇപ്പം ഇന്ന് മുതൽ ഓരോ ദിവസങ്ങളും ഓരോ ക്ലാസ്സസ് ആയിരിക്കും. എന്തായാലും എക്സ്പേർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ വിഷയങ്ങളിലും കാലിബർ ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് എടുക്കുക. ഓരോ ദിവസങ്ങളും ഓരോ സബ്ജക്റ്റ് ഉണ്ടാവും. വീക്കിലി എന്താണ് ഒരു 4 to 5 ലൈവ് ക്ലാസ്, ഒരു 4 ലൈവ് ക്ലാസ് എന്തായാലും ഉണ്ടാവും. അല്ലെങ്കിൽ കൂടിപ്പോയി 4 അല്ലെങ്കിൽ 5 ലൈവ് ക്ലാസ് ആയിരിക്കും കറക്റ്റ് ആയിട്ട് ഉണ്ടാവുക. ഇനി ഇൻ കേസ് ലൈവ് ക്ലാസ് എടുക്കാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ റെക്കോർഡിംഗ് ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ മോക്ക് ടെസ്റ്റ്, ഡെയിലി മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. മോക്ക് ടെസ്റ്റ് എന്തായാലും എല്ലാവരും ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്യുക. ആകെ വളരെ ഒരു 40 അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ ഉള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും ഒരു ദിവസം ഉണ്ടാവുക. പിന്നെ കുറച്ച് കണ്ടിന്യൂ ചെയ്ത് അങ്ങോട്ട് പോകും തോറും അത് നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ വളരെ കൂടിക്കൂടി വരും. ചിലപ്പോൾ ഒരു ദിവസം 2 മോക്ക് ടെസ്റ്റ് ആവും, 3 മോക്ക് ടെസ്റ്റ് അപ്ലോഡ് ചെയ്യും. അതുപോലെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ ആണെങ്കിലും ശരി, ഒരു ക്വസ്റ്റ്യനിൽ 100 ക്വസ്റ്റ്യൻ, ഒരു മോക്ക് ടെസ്റ്റിൽ 100 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 150 ക്വസ്റ്റ്യനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മാക്സിമം അപ്ലോഡ് ചെയ്ത് തരും. അതുപോലെ തന്നെ 2 ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഇട ദിവസങ്ങളിലൊക്കെ 160 ക്വസ്റ്റ്യൻ ഉള്ള, ഇപ്പൊ ഇംഗ്ലീഷ്, മാത്സ്, GK ഉൾപ്പെടെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡലുള്ള മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മെഗാ ടെസ്റ്റ്, ടെസ്ലയുടെ മെഗാ ടെസ്റ്റ് എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യും. അപ്പൊ മോക്ക് ടെസ്റ്റ് നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഇപ്പൊ ഞാനോ എൻ്റെ ടീംസ് ആണെങ്കിലും ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കും. തുടർച്ചയായിട്ട് ഒരു 4 5 മോക്ക് ടെസ്റ്റ് ചെയ്യാത്തവരെ നമുക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വെറുതെ നമ്മൾ പറയുന്ന കണ്ടന്റുകൾ നോട്ടിൽ എഴുതിയെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് അതിന്റെ കളക്ഷൻ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരിക്കലും ജോലി കിട്ടില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഉറപ്പാണോ, തറവാണോ എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ എന്തായാലും മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം, നമ്മുടെ മോഡൽ എക്സാം എഴുതിയിരിക്കണം. ഇപ്പൊ ഞങ്ങളാണെങ്കിലും ഏറ്റവും വൃത്തിയായിട്ട് എത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ടും പല ബുക്സുകൾ റിഫർ ചെയ്തിട്ടും അതുപോലെ തന്നെ കറക്റ്റ് എക്സാം സ്ട്രാറ്റജിയിലുള്ള മോക്ക് ടെസ്റ്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അതിൻ്റെതായ കണ്ടന്റ് വാല്യൂസ് ഉണ്ട്. നിങ്ങൾ ചെയ്യുക, തെറ്റട്ടെ, 1 മാർക്ക് കിട്ടട്ടെ, 2 മാർക്ക് കിട്ടട്ടെ, 10 മാർക്ക് കിട്ടട്ടെ, പലർക്കും 40 ചിലപ്പോൾ 40 മാർക്ക് കിട്ടിയേക്കാം. പക്ഷെ നമ്മൾ ഇപ്പോഴാണ് തെറ്റേണ്ടത്. ഇപ്പോ കോൺഫിഡന്റ് കുറവാണ് അല്ലെങ്കിൽ എൻ്റെ മാർക്ക് തെറ്റിപ്പോയി, അതുകൊണ്ട് എൻ്റെ കോൺഫിഡന്റ് പോകുമെന്ന് പറഞ്ഞിട്ട് പലരും എന്ത് ചെയ്യില്ല, ചെയ്യില്ല. പക്ഷെ അങ്ങനെയൊന്നും ആരും ഇരിക്കരുത്. ഇപ്പോഴാണ് തെറ്റേണ്ടത്. എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യണം, ആ തെറ്റിയ ക്വസ്റ്റ്യൻസ് ശരിയാക്കാൻ വേണ്ടി പറ്റണം. അപ്പൊ തുടർച്ചയായി ഒരു 4 അല്ലെങ്കിൽ 5 മോക്ക് ടെസ്റ്റ് ചെയ്യാത്തവരെ നമ്മളെ ടീം എന്തായാലും വിളിക്കുന്നതാണ്. അപ്പൊ എന്തായാലും എന്ത് ചെയ്യുക, മാക്സിമം എക്സാംസ് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഓൾറെഡി.
നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ജൂലൈയിലാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. എല്ലാവരും മാക്സിമം വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, എക്സാംസ് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് അറിയണ്ടാവും, ഒരു കോൺഫിഡൻറ്റ് ലെവൽ ഉണ്ടാവും അല്ലേ, എനിക്ക് എക്സാം അടിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഏറെക്കുറെ പഠിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ബാങ്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല ഒരുപാട് ബാങ്കുകൾ തന്നെ മാക്സിമം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഏറ്റവും ലിമിറ്റഡ് ആയിട്ട് 2 3 4 കൊടുക്കാതെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുക, ബാങ്കുകൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ലൊക്കാലിറ്റിയിലുള്ള ബാങ്കുകൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ കുറവായിരിക്കും. എത്രത്തോളം ബാങ്കുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കൊടുക്കുക. ലിസ്റ്റിൽ വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ ഇന്റർവ്യൂവിന് വിളിക്കും. ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ എന്തായാലും ജോലി ഉറപ്പാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ ടെസ്റ്റ് ചെയ്ത സ്റ്റുഡൻസ് തന്നെ നല്ല റാങ്ക് ഹോൾഡേഴ്സ് ആണ്. എല്ലാവരും പഠിച്ച എല്ലാവരും തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏറെക്കുറെ ഒരു ഓരോ എക്സാം കഴിയുമ്പോഴും നല്ല റിസൾട്ട്, സക്സസ് സ്റ്റോറീസ് നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ബാച്ചിലും അങ്ങനെ ഒരുപാട് നല്ല സ്റ്റുഡൻസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പോലെ ഇരിക്കും. ഇപ്പൊ എല്ലാവരും പുതിയതാണ്, എപ്പോഴും കൊടുക്കുന്ന പോലെയല്ല, ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബാച്ച് അല്ല, റെഗുലർ കോഴ്സാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കം മുതൽ കൊടുക്കുകയാണ്. ഇപ്പൊ ഇന്നിപ്പോ ഈ ഒരു എൻ്റെ ഈ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അക്കൗണ്ടൻസിയുടെ ക്ലാസ് ആണ്. അപ്പോൾ മിസ്സാണെങ്കിലും തുടക്കം മുതലാണ്, ഫ്രം ദ ബിഗിനിങ്, തുടക്കം മുതലാണ് എടുത്തു തരുന്നത്. ഇനി ആരും എന്ത് ചെയ്യരുത്, അക്കൗണ്ടൻസി അറിയില്ല, ഇംഗ്ലീഷ് അറിയില്ല, ലോ അറിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് ആരും എന്ത് ചെയ്യരുത്, മാറി നിൽക്കരുത്. തുടക്കം മുതൽ പറഞ്ഞു തരും. അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇവൻ എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സിൽ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ മാക്സിമം എന്ത് ചെയ്യുക, എല്ലാവരും ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പറ്റുന്നത്രയും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അത്രയും ഒഴിവുകളാണ്, തിരക്കാണ്, എനിക്ക് ഫോൺ നോക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒട്ടും പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യരുത്, നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാ ദിവസങ്ങളും എന്ത് ചെയ്യുക, ലൈവ് ക്ലാസ്സിൽ കയറുക. കാരണം ലൈവ് ക്ലാസ്സിലാണെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഓൺ ദ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. കാരണം റെക്കോർഡ് ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ഫെസിലിറ്റി കിട്ടണമെന്നില്ല. പിന്നീട് ആ ഒരു ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്ത് ഞങ്ങളുടെ ഡൗട്ട് ചോദിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ മാക്സിമം എന്ത് ചെയ്യുക, നമ്പർ ഓഫ് അറ്റൻഡൻസ് വരാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷ്, മാത്സ്, GK സ്പെഷ്യലൈസ് ചെയ്തിട്ട് തന്നെ എന്തുണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും. ഇംഗ്ലീഷ് ആണെങ്കിലും ടോപ്പിക് വൈസ് എന്തുണ്ടാവും, ക്ലാസ്സസ് ഉണ്ടാവും. മോക്ക് ടെസ്റ്റിലും അത്യാവശ്യം വൊക്കാബുലറി പാർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ മോക്ക് ടെസ്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. മാത്സ് ആണെങ്കിലും റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ഉള്ള കാര്യങ്ങളെല്ലാം എടുത്തു തരും. ഓൾറെഡി പ്രീ റെക്കോർഡഡ് ആയിട്ടുള്ള മാത്സ് ക്ലാസ്സസ് ഉണ്ട്. അത് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നതാണ്, ഇട്ട് തരുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ പലരും, ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും പുതിയതാണ് ഇതിൽ. ഞാൻ നോക്കിയ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാവരും പുതിയതാണ്. അപ്പൊ നിങ്ങൾക്ക് ആപ്പിന്റെ യൂസേജ് പലർക്കും ഉണ്ടാവില്ല. ആ ഒരു ഡൗട്ട് എന്തുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടവർ, നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. എല്ലാ ദിവസങ്ങളും 7:30ക്കാണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക. 7:30 തന്നെയാണ് ലൈവ് ക്ലാസ് ഉണ്ടാവുക. ഇൻ കേസ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലൈവ് ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത് നേരത്തെ തന്നെ അറിയിക്കും. നമ്മളുടെ ടെസ്റ്റ് ക്ലിയർ ടൈം എപ്പോഴും 7:30 തന്നെയാണ്. അപ് ടു നമ്മൾ എടുക്കുന്ന ടോപ്പിക് പോലെ ഇരിക്കും. എന്തായാലും 1 മണിക്കൂറിന്റെ ക്ലാസ് മസ്റ്റ് ആയിട്ടും ഉണ്ടാവുന്നതാണ്. ഒരു 7:30 തുടങ്ങി 8:30 അല്ലെങ്കിൽ 9 മണി വരെ ഡ്യൂറേഷനുള്ള ക്ലാസ്സുകൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ എടുക്കുക എന്ന് വെച്ചാൽ, നമ്മുടെ കോഴ്സ് ഉണ്ടല്ലോ അല്ലെ, CSEB എക്സാം ഓറിയന്റഡ് റെഗുലർ കോഴ്സ് 11 ഇതാണ് നമ്മുടെ കോഴ്സ്. ഇപ്പൊ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത സമയത്ത് ഫോൺ ജസ്റ്റ് ഓപ്പൺ ചെയ്ത താഴെ ഹോം, ബാച്ച്, സ്റ്റോറ്, ചാറ്റ്, പ്രൊഫൈൽ, അങ്ങനെ ഒരു 5 ഓപ്ഷനാണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഇതിൽ ഈ സ്റ്റോറിലാണ് നിങ്ങൾ എപ്പോഴും പോകേണ്ടത്. ഒരു ബാച്ചിൽ പോയിട്ട് കാര്യമില്ല, സ്റ്റോറിലാണ് എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പോകേണ്ടത്. ഇപ്പൊ ജസ്റ്റ് സ്റ്റോർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത കോഴ്സ് അവിടെ കാണും. സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പർച്ചേസ് ചെയ്ത കോഴ്സ് ഏതാണ്, CSEB എക്സാം ഓറിയന്റഡ് റെഗുലർ കോഴ്സ് 11 എന്നുള്ളൊരു കോഴ്സ് എന്ത് ഉണ്ടാവും അവിടെ കാണും. ആ കോഴ്സ് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആ കോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയി വന്നു. പിന്നെ എന്ത് ചെയ്യുക, ഏറ്റവും തൊട്ട് മേലെ ഓവർവ്യൂ, ആ ഒരു കോഴ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പിലായിട്ട് എന്തുണ്ടാവും, ഓവർവ്യൂ, കണ്ടന്റ്, ലൈവ് ക്ലാസ്, അങ്ങനെ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആവും. അതിൽ കണ്ടന്റിൽ പോയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന മോക്ക് ടെസ്റ്റുകളും പിന്നെ അതുപോലെ തന്നെ ഓരോ ദിവസങ്ങൾ കഴിഞ്ഞ് ലൈവ് ക്ലാസ് ടോപ്പിക് വൈസ് ആയിട്ട് എന്തുണ്ടാവും അവിടെ നമ്മൾ അപ്ലോഡ് ചെയ്ത് തരും. ഇപ്പൊ ഇന്നിപ്പോ അക്കൗണ്ടൻസി എടുത്തു, നാളെ അക്കൗണ്ടൻസി എടുക്കണമെന്നില്ല, നാളെ ലോ ആയിരിക്കും എടുക്കുക, മറ്റന്നാ ബാങ്കിങ് ആയിരിക്കും എടുക്കുക. അപ്പൊ ഇന്ന് കഴിഞ്ഞ് ലോയുടെ ക്ലാസ് ലോ എന്നൊരു ഫോൾഡറിൽ ഉണ്ടാവും, ബാങ്കിങ് ആണെങ്കിൽ ബാങ്കിങ് എന്നൊരു ഫോൾഡറിലായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ എക്സ്ട്രാ അപ്ലോഡ് ചെയ്യുന്നത് ടോപ്പിക് വൈസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി. അപ്പൊ അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് കൊണ്ടൊരു ഫോൾഡർ ഇവിടെ എന്തുണ്ടാവും
ഒരു കണ്ടന്റ് എന്ന ഫോൾഡറിൽ ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്താൽ നമുക്ക് മോക്ക് ടെസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഈ കണ്ടന്റ് എന്നൊരു ഓപ്ഷന് തൊട്ടടുത്തായിട്ട് എന്തുണ്ട്, ലൈവ് ക്ലാസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ലൈവ് ക്ലാസ്സിലാണ് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ, ഓരോ ദിവസങ്ങളിലും എടുത്തു തരുന്ന ലൈവ് ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയി കിടക്കുന്നത് ഈ ഒരു ലൈവ് ക്ലാസ് എന്നൊരു ഫോൾഡറിലായിരിക്കും. എവിടെയാണ്, കോഴ്സ് ഓപ്പൺ ചെയ്ത ഏറ്റവും ടോപ്പിൽ ഓവർവ്യൂ, കണ്ടന്റ്, അതിനുശേഷമുള്ള ലൈവ് ക്ലാസ് എന്നതിലാണ് പോയ ഓർഡർ വൈസ് ലാസ്റ്റ് ക്ലാസ് ഏതാ നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ ഒരു ലൈവ് ക്ലാസ് എന്നൊരു ഫോൾഡറിലാണ് നിങ്ങൾ പോകേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ചാറ്റ് ബോക്സ്, ഒരു ചാറ്റ് ബോക്സ് എന്നൊരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾ എല്ലാവരും എന്തുണ്ടാവും, ഒരു ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടാവും അല്ലേ. ചാറ്റ് ബോക്സ് എന്നുള്ള ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടാവും. നമ്മൾ ക്ലാസ് ടൈം എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിൽ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ അതിൽ തന്നെ ചോദിച്ചാൽ നിങ്ങളുടെ ഈ ജോയിൻ ചെയ്ത കുട്ടികൾ തന്നെ ആൻസർ പറഞ്ഞ് തരുന്നതാണ്. ഇതാണ് ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ 7:30 7:30 എന്തുണ്ടാവും, എല്ലാ ദിവസങ്ങളും നമ്മൾ ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ആ ഒരു 7:30 ആവുന്ന സമയത്ത് ജോയിൻ നൗ എന്നൊരു ഓപ്ഷൻ വരും. ആ ഒരു സമയത്ത് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ക്ലാസ് കിട്ടുന്നതാണ്. പിന്നെന്താണ്, നമ്പർ ഓഫ് ലൈവ് ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ അല്ലെ, 4 മുതൽ 5 വരെയാണ് അല്ലെങ്കിൽ ലൈവ് ക്ലാസ്സസ് ഉണ്ടാവുക. സൺഡേ ലീവ് ആയിരിക്കും. സൺഡേ അങ്ങനെ നമുക്ക് ക്ലാസ് ഇല്ല. അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്ട്രാറ്റജി ഉണ്ട്. ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ സിലബസ് കവർ ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ടെസ്ല അക്കാഡമിയിൽ ജോയിൻ ചെയ്ത ഓൾറെഡി സ്റ്റുഡൻസിനൊക്കെ അറിയാം അല്ലേ. സരിത ചേച്ചി, അഷിത, അങ്ങനെ കുറച്ച് പേര് നമ്മുടെ കോഴ്സിലുണ്ട്. പഴയ സ്റ്റുഡൻസ് തന്നെയാണ്. അവർക്ക് ഓൾറെഡി അറിയുന്ന കാര്യമാണ്. നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, സിലബസ് കവർ ചെയ്ത് തരാറുണ്ട്. അതും വൃത്തിയായിട്ട് തന്നെ എല്ലാ നോട്ട്സോട് കൂടി ചെയ്ത് തരാറുണ്ട് ഇല്ലേ. നമ്മുടെ പഴയ സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് റീപ്ലൈ ചെയ്തേ. അതുപോലെ തന്നെ പിന്നെ എക്സാം ഡേറ്റ് അല്ലെ, ഏത് സമയത്ത് വേണമെങ്കിലും എക്സാം ഡേറ്റ് വരാം. എപ്പോൾ വേണമെങ്കിലും എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്താൽ മതി അല്ലേ, വരാറുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പൊ അതുപോലെ തന്നെ എക്സാം ഡേറ്റ് വരാറുണ്ട്. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു 3 ആഴ്ച അല്ലെങ്കിൽ 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്രാഷ് കോഴ്സ് കൂടി നിങ്ങൾക്ക് ഇതിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ ക്രാഷ് കോഴ്സ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എക്സാം വ്യൂ പോയിന്റിലോട്ട് കൊണ്ടുവരികയാണ്. നമ്മൾ വെറുതെ പഠിച്ചതുകൊണ്ട് ഒരു കാര്യമില്ല. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയാലേ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എല്ലാം പഠിച്ചു കഴിഞ്ഞു, എല്ലാം അറിയാം, ഇതിനവിടെ പ്രശസ്തി ഇല്ല. ആ 2 മണിക്കൂറിൽ നമുക്ക് എന്താണോ പറ്റുന്നത്, നമുക്ക് എങ്ങനെയാണോ നമ്മുടെ മൈൻഡിൽ വരുന്ന ഉത്തരങ്ങൾ ഏതാണോ അതിനനുസരിച്ചിരിക്കും നമ്മുടെ മാർക്ക്. അവിടെ നിന്ന് എല്ലാവരും എല്ലാം ശരിയാണെന്ന് വിചാരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് മാർക്ക് കിട്ടണമെന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും നമ്മൾ പഠിച്ചതിന് പോരായ്മകൾ കൊണ്ടൊക്കെ നമ്മൾ കുറെ കാര്യങ്ങൾ തെറ്റിക്കും. പിന്നെ CSEB ചോദിക്കുന്ന കുറച്ചധികം പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ അവിടെ കാണും. പുതിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ സ്ട്രെസ് ആയിട്ട് പഠിക്കാത്ത കുറച്ച് ഏരിയാസ്, ആ ഏരിയാസിലെ ക്വസ്റ്റ്യൻസ് എപ്പോഴും എന്തുണ്ടാവും അവിടെ CSEB കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ CSEBയുടെ ക്യാൻസലേഷനും നമ്മുടെ പൊട്ടത്തെറ്റുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് നല്ലൊരു മാർക്ക് കുറയും. അപ്പൊ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുമ്പോൾ നല്ല ഹൈ ലെവലിലുള്ള ഒരു 65 മാർക്കെങ്കിലും സ്കോർ ചെയ്യുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഈ ജോയിൻ ചെയ്ത എല്ലാവർക്കും വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഞാൻ ആ ലിങ്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്തിടുക. അപ്പൊ അതിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്ക് വേണ്ടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വാട്സപ്പ് ഗ്രൂപ്പിൽ ഓരോ മെന്റേഴ്സ് ഉണ്ടാവും. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അവരോട് തീരുമാനിക്കും. ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ ശ്രുതി മിസ് അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് വാരിഷ മിസ് അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. നിങ്ങളുടെ എന്ത് കാര്യങ്ങൾ ആപ്പിനെ കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിലെ ഡൗട്ടുകളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രാറ്റജി എന്തെങ്കിലും പുതുതായിട്ട് വേണമെങ്കിലോ അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മെന്ററുമായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. മിക്കവാറും നിങ്ങളുടെ ഗ്രൂപ്പ് അഡ്മിൻ തന്നെ ആയിരിക്കും അതിൽ മെന്റർ ആയിട്ട് ഉണ്ടാവുക. വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഷെയർ ചെയ്തിടാം. എല്ലാവരും ജോയിൻ ചെയ്യുക. ക്ലാസ്സിന്റെ ടൈം ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്തിട്ട് പോവുക. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ വരികയാണ്, ഇപ്പോൾ ക്വസ്റ്റ്യനെ കുറിച്ച് ഒരു അക്കൗണ്ടൻസി ഡൗട്ടാണ്, ലോയിലൊരു ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾക്ക് തന്നെ പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ക്ലാസ് മാത്രമല്ല, നമ്മളെല്ലാവരും എന്താണ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇനി മുന്നോട്ട് പോകണം. കറക്റ്റ്, നമ്മളെല്ലാവരും ജോയിൻ ചെയ്ത് എല്ലാവരും കൂടി ഒരു കമ്മ്യൂണിറ്റിയാണ്. കാരണം നമ്മളെല്ലാവരും ഒരേ ട്രാക്കിലാണ് അല്ലേ, ഒരേ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരാണ്. നമുക്ക് ഒരുപാട് അവഗണനകൾ നമുക്ക് ചുറ്റുപാടുണ്ട്. പലരും കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടാവും, അവരെ സ്കൂളിലേക്ക് വിട്ടിട്ടും അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടാവും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ ബോയ്സിന്റെ കേസിലാണെങ്കിലും
വർക്ക് ചെയ്ത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വന്ന് പഠിക്കുന്നവരുണ്ടോ? അപ്പൊ നമുക്ക് എല്ലാവർക്കും സ്ട്രഗിൾ ആണ്, എല്ലാവരും പ്രശ്നത്തിലുള്ളവരാണ്. പക്ഷെ നമുക്ക് എല്ലാവരുടെ ആവശ്യം എന്താണ്? ജോലി തന്നെയാണ്. അപ്പൊ ഈ ജോലി കിട്ടാൻ വേണ്ടി നമ്മൾ തന്നെ പരസ്പരം എന്ത് ചെയ്യുക? ഒരു ബോണ്ട് ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ തന്നെ പരസ്പരം പഠിച്ചിട്ട് പോകണം. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ. അതിനുള്ള ആൻസേഴ്സ് നമ്മുടെ ഫാക്കൽറ്റീസ് ആണെങ്കിൽ ഫാക്കൽറ്റീസ് പറഞ്ഞു തരും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് തന്നെ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ള ഈ ടെസ്റ്റിലെ പുതിയ കോഴ്സിലെ മെമ്പേഴ്സ് തന്നെ എന്ത് ചെയ്യും? ആൻസർ പറഞ്ഞു തരുന്നതാണ്. ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് ആപ്പിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ലോയില് പുതിയൊരു അമെൻമെന്റ് വന്നിട്ടുണ്ട് അല്ലെ? പുതിയ അമെൻമെന്റ് വന്നിട്ടുണ്ട്. അപ്പൊ മേ ബി ഈ ഒരു എക്സാമിന് വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. മേ ബി ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2-3 ദിവസം മുമ്പാണ് ആ ഒരു അമെൻമെന്റ് കറക്റ്റായിട്ട് സൈൻ ചെയ്ത് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ CSEBയോടൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അതിന്റെ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് അതിനനുസരിച്ചുള്ള ക്ലാസ്സുകൾ എന്ത് ചെയ്യുക? മാക്സിമം തരാൻ വേണ്ടി ശ്രമിക്കാം. പിന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ലൈവ് ക്ലാസ് ആണ് അല്ലേ? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനെയും പോലെ വെറുതെ ഒരു 10-15 റെക്കോർഡ് ക്ലാസ്സോ അല്ലെങ്കിൽ അൺലിമിറ്റഡ് റെക്കോർഡ് ക്ലാസ്സോ ഇട്ടുകയല്ല. നമ്മൾ അത്യാവശ്യം ലൈവ് ക്ലാസ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇതൊരു ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസമാണ് അല്ലേ? ഇപ്പൊ മഴക്കാലമാണെന്ന് അറിയാം. ഇടി പൊട്ടുമ്പോഴേക്കും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോഴേക്കും പോണ കറണ്ടാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ നമുക്ക് കുറേ ടെക്നിക്കൽ ഇഷ്യൂസ് വരാം, നെറ്റ്വർക്ക് ഇഷ്യൂസ് വരാം, പല ബുദ്ധിമുട്ടുകൾ അല്ലേ? കറണ്ടിൻ്റെതായ അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഫേസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ അതൊക്കെ മനസ്സിലാക്കണം. നമ്മൾക്ക് എടുത്തുതരാൻ താല്പര്യം ഇല്ലാണ്ടായിരിക്കില്ല. എന്തായാലും 7:30 നമ്മൾ ക്ലാസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് സാഹചര്യത്തിന്റെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് മേ ബി അന്ന് ലൈവ് ക്ലാസ് ഉണ്ടാവില്ല. അത് നിങ്ങൾ എന്ത് മനസ്സിലാക്കണം. അതൊരു റീസൺ ആയിട്ടോ പ്രശ്നമായിട്ടോ നിങ്ങൾ വരാതെ നിൽക്കരുത്. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര ലൈവ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഫിനിഷ് ചെയ്ത് തരുന്നുള്ളൊരു കറക്റ്റ് ഒരു കാൽക്കുലേഷൻ എനിക്കും എൻ്റെ ടീമിനും എന്തായാലും പ്രോപ്പർ ആയിട്ടുണ്ട്. അതെന്തായാലും ഞങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യുന്നതാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലും കൂടെ എന്ത് ചെയ്യുക? വെറുതെ കോഴ്സിൽ ചേർന്നു കുറെ എഴുതിയെടുത്തു എന്നതിലുപരി കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു പോയിന്റ് ആ പോയിന്റിന് അതിൻ്റെതായ വിലയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്താൻ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു കോഴ്സ് എന്തായാലും നല്ലൊരു വിജയം തന്നെ ആയിരിക്കും. നിങ്ങൾ പുതിയ കുട്ടികളാണ്, കുറച്ചധികം പേര് നമ്മുടെ പുതിയ കുട്ടികളാണ്. പിന്നെ പഴയ സ്റ്റുഡൻസ് ആയിട്ടും ഇതിലുണ്ട്. എന്ത് ഡൗട്ടും തീർക്കാൻ നമ്മളും നമ്മുടെ ടീമും അതുപോലെ തന്നെ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ ആരും ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഗ്രൂപ്പിലാണെങ്കിലും എൻ്റെ നമ്പർ ഉണ്ട്, നമ്മുടെ ഫാക്കൽറ്റിയുടെ നമ്പർ ഉണ്ട്. പിന്നെ ഓരോ ഫാക്കൽറ്റീസിനും വഴിയെ നിങ്ങൾ പരിചയപ്പെട്ടോളൂ. ഓക്കെ, അപ്പോൾ എക്സാംസ് എന്തായാലും മസ്റ്റ് ആണ്. ലൈവ് ക്ലാസ്സിൽ മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ആപ്പിനെ കുറിച്ചോ കോഴ്സിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ചോദിച്ചോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? കോഴ്സിനെ കുറിച്ചോ ആപ്പിനെ കുറിച്ചോ ക്ലാസ്സിനെ കുറിച്ചോ ടോപ്പിക്കിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഇല്ലേ? ഓക്കെ, ക്ലിയർ ആയി അല്ലേ? ക്ലിയർ ആയെന്നെങ്കിലും പറഞ്ഞേ. ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയെന്ന് പറഞ്ഞേ. പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ എന്ത് ചെയ്യുക? വാട്സപ്പ് ഗ്രൂപ്പിന്റെ പുതിയ ലിങ്ക് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിടാം. പിന്നെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ റിസൾട്ട് എപ്പോഴും ഞാൻ ചെക്ക് ചെയ്യുന്നതാണ്. എല്ലാവരും മോക്ക് ടെസ്റ്റ് എഴുതി തീരും. ഇവിടെ തരുന്ന ക്ലാസ് ആൻഡ് നോട്ട്സ് മാത്രം ഫോളോ ചെയ്താൽ പോരെ? തീർച്ചയായും. കാരണം അത്യാവശ്യം വേണ്ട കണ്ടന്റുകളാണ് തരുന്നത്. പിന്നെ അരുണേ, ഇപ്പോ CSEB ഒരു 80 മാർക്കിനാണ് എക്സാം ചോദിക്കുക. കുറച്ചധികം ക്വസ്റ്റ്യൻസ് CSEBന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവും. അത് നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ അങ്ങോട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും ടെസ്ലിയുടെ ക്ലാസ്സുകൾ നിങ്ങൾ വൃത്തിയായിട്ട് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാം ഉണ്ടാവുക. നമ്മളുടെ ഫോൾട്ട് കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ തെറ്റിക്കും. പിന്നെ ഓപ്ഷൻസ് കാണുമ്പോൾ എല്ലാവർക്കും ഈവൻ ലാസ്റ്റ് എക്സാമിന് തന്നെ കുറെ ഓപ്ഷൻസ് കൺഫ്യൂസിംഗ് ആണ്. ലോയുടെ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഓപ്ഷൻസ് ജനറൽ ബോഡി, മാനേജിംഗ് കമ്മിറ്റി, പിന്നെ അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും എപ്പോഴും ചോദിക്കുക. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ പഠിച്ച കാര്യങ്ങൾ ഉത്തരം കറക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്ക് അവിടെ പോവുകയാണ്. അപ്പൊ ടെസ്റ്റിലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ ക്ലാസ്സിലും എടുത്തു തരും. പിന്നെ GKന്റെ കാര്യം അല്ലേ? GK എങ്ങനെയാന്നുള്ളത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്നിരുന്നാലും നമുക്കൊരു സർക്കിൾ ഉണ്ട്. എപ്പോഴും CSEB ചോദിക്കുന്ന കുറച്ചൊരു സർക്കിള് നമുക്ക് ചുറ്റുമുണ്ട്. അത്യാവശ്യം ആ കാര്യങ്ങളെങ്കിലും വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോവുക. അവസാന നിമിഷങ്ങളിൽ നമ്മൾ കറണ്ട് അഫയറിന്റെ ക്ലാസ്സുകൾ തരാറുണ്ട്. പിന്നെ ഇംഗ്ലീഷ് എന്ത് ചെയ്യുക? നമുക്ക് എത്ര ടോപ്പിക് വരും അറിയാലോ അല്ലെ? ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, ഡയറക്ടർ സ്പീച്ച്, ടെൻസ്, അങ്ങനെ അത്യാവശ്യം ടോപ്പിക്കുകൾ ഉണ്ട്. ഈ ഒരു ടോപ്പിക്ക് തന്നെ വൃത്തിയായിട്ട് പഠിച്ച ഇംഗ്ലീഷ് മാത്സ് GKയിൽ നല്ല മാർക്ക് കിട്ടും.
നമ്മുടെ പൊട്ടത്തരങ്ങളും അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൽ ചെറിയ പോരായ്മകളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ എല്ലാവർക്കും ജോലി കിട്ടാവുന്നതാണ്. ഇപ്പൊ PSC വെച്ച് നോക്കുകയാണ്, അല്ലെങ്കിൽ IBPS വെച്ച് നോക്കുകയാണ്, അല്ലെങ്കിൽ വേറെ ഏത് എക്സാമിന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ എക്സാം ആണ് അല്ലെ CSEB എക്സാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ എത്ര കോൺഫിഡന്റ് ആയിട്ടാണ് നിങ്ങൾ മുന്നിൽ പറയാൻ പറ്റുന്നത്. ഒരു 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഞാൻ സിലബസ് കവർ ചെയ്ത് തരുന്നത് ഞാൻ കോൺഫിഡന്റോട് പറയാണ്. കാരണം എനിക്കറിയാം, ഞാൻ ഓൾറെഡി 1.5 വർഷം 2 വർഷമായിട്ട് നമ്മൾ ആപ്പിൽ ഇങ്ങനെ തന്നെ ക്ലാസ്സുകൾ കൊടുത്തു വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു ധാരണയുണ്ട് എത്രത്തോളമാണ് ക്ലാസ്സുകൾ തരേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് എങ്ങനെ വരിക. അത് നമ്മൾ എന്തായാലും അത്രയും നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യും, എടുത്തു തരും. നിങ്ങൾ പറ്റുന്ന പോലെ മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്നും കൂടി ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ജോലി ഉറപ്പാണ്. അപ്പൊ ഈ ഒരു ബാച്ച് എന്തായാലും സൂപ്പർ ബാച്ച് ആയിരിക്കട്ടെ. പിന്നെ കുറച്ച് സ്ട്രിക്റ്റോട് കൂടി തന്നെ എന്ത് ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോവുകയാണ്. മോക്ക് ടെസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്യുക. പിന്നെ നമ്മുടെ ടീംസ് എന്തായാലും നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ വെറുതെ ജോയിൻ ചെയ്തു, നിങ്ങൾ എവിടെയും അല്ല, ഒരു ആപ്പിന്റെ അണ്ടറിൽ തന്നെ അല്ലെങ്കിൽ ടെസ്ലയുടെ കീഴിൽ തന്നെ നിങ്ങൾ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ഉണ്ടാവുന്നതാണ്. വേറെ ഡൗട്ടുകളുണ്ടോ? മോക്ക് ടെസ്റ്റ് ഡെയിലി ആണോ അതോ വീക്ക്ലി ആണോ അല്ലെ? മോക്ക് ടെസ്റ്റ് ഡെയിലി നമ്മൾ അപ്ലോഡ് ചെയ്ത് തരും. എല്ലാ ദിവസങ്ങളിലും മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ലിമിറ്റഡ് മീൻസ് ഒരു 40 അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻ അടങ്ങുന്ന മോക്ക് ടെസ്റ്റുകൾ തന്നെ ആയിരിക്കും. പിന്നെ വീക്കിലി എന്ത് ചെയ്യുക, നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇടുന്നതായിരിക്കും. വീക്കിലി ഒരു ദിവസം 100 അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻ വരുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഡെയിലി ചെയ്യാൻ വേണ്ടിയുള്ള റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്ന മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതിൽ 40 അല്ലെങ്കിൽ 50 ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ഉണ്ടാവുന്നതാണ്. പിന്നെ നമ്മൾ സബ്ജക്റ്റിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും പഠിക്കില്ലേ, ഇതിൽ എവിടെയും പെടാത്ത പ്രീവിയസ് ഇയറിൽ മാത്രം ചോദിച്ച കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പൊ അക്കൗണ്ടൻസി ആണെങ്കിലും നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവും. ഡിപ്രീസിയേഷൻ അല്ലെങ്കിൽ കൺസൈൻമെന്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾസ്, അങ്ങനെ കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ എവിടെയും ചോദിക്കാത്ത നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രം കാണുന്ന കുറച്ചധികം ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തേ പറ്റൂ. ബാങ്കിങ്ങിന് കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ടോപ്പിക്കിന് അണ്ടറിൽ ഇടാൻ പറ്റാത്ത കുറച്ചധികം ചോദ്യങ്ങൾ ഉണ്ടാവും. പ്രീവിയസ് ഇയറിൽ മാത്രം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തേ പറ്റൂ. അല്ലാതെ നിങ്ങൾക്ക് വേറെ ക്വസ്റ്റ്യൻസ് കിട്ടില്ല. എല്ലാവരും ഓൾമോസ്റ്റ് പുതിയ കുട്ടികളായതുകൊണ്ടാണ് ഞാൻ ഇത്ര സമയം എടുത്തിട്ട് പറഞ്ഞു തന്നത്. നിങ്ങൾ വഴിയെ ആപ്ലിക്കേഷൻ എന്തായാലും റെഡി ആയിക്കോളും. ഓക്കെ അല്ലേ? പിന്നെ ക്രാഷ് കോഴ്സ് കേട്ടോ, നിങ്ങൾ ഈ ഒരു ലൈവ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആണെങ്കിൽ വൃത്തിയായിട്ട് കണ്ട് നോട്ട് എഴുതി വൃത്തിയായി പഠിച്ചാൽ മാത്രമേ നമ്മുടെ ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുള്ളൂ. നിങ്ങൾ അവസാന സെമിസ്റ്റർ പഠിക്കാന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാനിപ്പോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാനിപ്പോ റാൻഡം ആയിട്ട് എന്ത് ചെയ്യും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളെല്ലാം എടുത്ത കാര്യങ്ങളായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ക്രാഷിലുള്ള കുറച്ചധികം പേരുണ്ട് ഇതിൽ. അവർക്ക് എല്ലാവർക്കും അറിയാം എത്ര ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ക്ലാസ് എടുത്ത്, എത്ര മണിക്കൂറുകളുടെ ക്ലാസ് നമ്മൾ ഇവിടെ എടുത്തു എന്നുള്ളത് അവർക്ക് അറിയാം. അപ്പോൾ ഒരു ക്വസ്റ്റിന് 10 ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ 9 ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ചോദ്യം കിട്ടില്ല. അപ്പൊ റാഷ് കോഴ്സിന്റെ സമയത്ത് തുടക്കത്തിൽ എല്ലാം അങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് പോവാ. നിങ്ങൾ ആദ്യം നമ്മുടെ ക്ലാസ് ഒന്ന് കേൾക്കുക, രണ്ടാമത് നോട്ട് എഴുതുക, പിന്നെ വീണ്ടും അതെടുത്ത് വായിക്കുക. വീക്കിലി നിങ്ങൾ തന്നെ റിവിഷൻ നടത്തുക, മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അവസാനം ഒരു ക്രാഷ് കോഴ്സ് കൂടെ ആകുമ്പോൾ നിങ്ങളൊരു ടോപ്പിക്കിലൂടെ 5ഉം 6ഉം തവണ നിങ്ങൾ സഞ്ചരിച്ചു പോണത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളത് തറവായിട്ട് മാറും നിങ്ങളുടെ മനസ്സിൽ. നിങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉത്തരം ഓട്ടോമാറ്റിക്കലി വരും. അപ്പൊ അതിനിപ്പോ ആരുടെയും വലിയ ഇപ്പൊ നമ്മള് തരുന്നുണ്ട്, നോട്ട്സ് എല്ലാം തരുന്നുണ്ട്. ഇപ്പൊ ഇത്രയും തവണ നിങ്ങൾ 5ഉം 6ഉം തവണയാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ ആ ഒരു ടോപ്പിക്കിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ തറവാവും. നിങ്ങൾ ആരും ഒരു കാര്യത്തിന് ടെൻഷൻ അടിക്കണ്ട. പിന്നെ ഒരിക്കലും ആരും ലേറ്റ് ഒന്നും ആയിട്ടൊന്നും ഇല്ല, ഒട്ടും ലേറ്റ് ഇല്ല. പിന്നെ ഇതൊരു കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആണ്. ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. കഴിവുള്ളവൻ കുറച്ചധികം പഠിക്കുന്നവർ വേഗം കയറിപ്പോവും. പിന്നെ എല്ലാവരുടെ സാഹചര്യം ഒരേപോലെ ആവണമെന്നില്ല. പിന്നെ നമ്മളെ എക്സ്ക്യൂസസ് എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കാതിരിക്കുക. ഈ പറഞ്ഞ എല്ലാവരും ജോലി കിട്ടിയത് പല നമ്മുടെ ലക്ഷ്യങ്ങളാണ്, നമ്മുടെ ആവശ്യങ്ങളാണ് നമ്മളെ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് എത്രത്തോളമാണ് നമുക്ക് ജോലി നേടാനും ആഗ്രഹം, അത് നമ്മുടെ പഠിപ്പിൽ കാണിക്കുക. ആ പഠിപ്പ് എന്ത് ചെയ്യുക, നമ്മൾ മാക്സിമം എക്സാമിൽ തെളിയിക്കുക. അപ്പൊ എന്തായാലും ജോലി ഒരിക്കലും നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ടെസ്ലയുടെ നമ്പറൊക്കെ ഓൾറെഡി എല്ലാവരുടെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഉണ്ടാവും കൂടെ. നിങ്ങൾ തന്നെ മനസ്സിൽ വെച്ചിട്ട് ക്ലാസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ അത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. എന്നെ അറിയിച്ചാലേ എനിക്ക് അതിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ സൊല്യൂഷൻ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പൊ മാക്സിമം ഒരു ബോണ്ട് ഉണ്ടാക്കി എടുക്കുക, പരസ്പരം കാര്യങ്ങൾ പറയാം. അപ്പൊ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ മാക്സിമം ഡിസ്കസ് ചെയ്തിട്ട് തന്നെ എന്ത് ചെയ്യുക, പോവുക. ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും 8:15 ആയില്ലേ. അപ്പൊ ഈ ഒരു ഞാൻ എന്തായാലും ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ, ഞാൻ എന്റെ ലൈവ് എൻഡ് കൊടുക്കാൻ പോവാണ്. എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ അക്കൗണ്ടൻസി ഫാരിഷ മിസ് ജസ്റ്റ് ഒരു ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ്
ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ടപ്പ് ചെയ്യും. ഇന്നത്തെ ദിവസം ഇങ്ങനെ പോട്ടെ. സ്റ്റാർട്ടിംഗ് ആണ്. ഇപ്പൊ തന്നെ 8:15 അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം ആയി എന്നുള്ള കാര്യമൊക്കെ അറിയാം കുറച്ചുകൂടെ കഴിയുമ്പോൾ. അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, എൻഡ് കൊടുക്കാൻ പോണേ. ഒരു ക്ലാസ് എൻഡ് കൊടുക്കുകയാണ്. അതിനുശേഷം ഒരു 2 മിനിറ്റിന്റെ ഗ്യാപ്പിൽ തന്നെ എന്ത് ചെയ്യും, ഫാരിഷ മിസ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അക്കൗണ്ടൻസിയുടെ ലൈവ് ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, അക്കൗണ്ടൻസി ഒന്നുകൂടെ ജോയിൻ കൊടുത്താൽ മതി. ജോയിൻ കൊടുത്താൽ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ കയറാൻ പറ്റും. അപ്പൊ എല്ലാവരും നോട്ട് എടുക്കുക, പേന എടുക്കുക, ലെക്ചർ നോട്ട് എഴുതിയെടുക്കാൻ ശ്രമിക്കുക. പറയുന്ന കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെ വിശ്വസിക്കുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. വൈൻഡപ്പ് ചെയ്തോട്ടെ. ദീപിക, മുർഷിദ, അരുൺ, മാക്സിമം റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസ് ആണ് ക്ലാസ് ഒക്കെ എടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, നല്ല റെസ്പോൺസുള്ള കുട്ടികളാണ് തോന്നുന്നു അല്ലേ? ഓക്കെ, അപ്പൊ ടെൻഷൻ ഒന്നും വേണ്ട. ടെസ്ല അക്കാഡമിയും കംപ്ലീറ്റ് നമ്മുടെ ഫാക്കൽറ്റീസും കൂടെ ഉണ്ട്. പിന്നെ മോക്ക് ടെസ്റ്റ് എന്തായാലും ചെയ്യണേ മക്കളെ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീം നിങ്ങൾ നിരന്തരം ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു ഫോളോ അപ്പ് നല്ലതാണെന്ന് വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ അതെ അതെ, അപ്പോൾ വളരെ ലിമിറ്റഡ് ഒരു 20 അല്ലെങ്കിൽ 25 30 പേര് അടങ്ങുന്ന ഓരോ ചെറിയ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കാണാം. ഞാൻ എന്തായാലും ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നതാണ്. ഇന്നത്തെ ക്ലാസ് എന്തായാലും ഫാരിഷ മിസ് ആണ്, അക്കൗണ്ടൻസി ആണ്. എല്ലാവരും പഠിക്കുക.